ഇറാനിൽ നിന്നുള്ള ഭീഷണിയെ നേരിടുന്നതിനായി ആ മേഖലയിലെ ചില പ്രധാന രാജ്യങ്ങളുമായി പുതിയ ചില സഖ്യങ്ങൾ രൂപീകരിക്കുന്നതായി പറയുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ചൊവ്വാഴ്ച നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇറാന്റെ സൈനിക ആണവ നീക്കങ്ങളെക്കുറിച്ചുള്ള പൊതുവായ ആശങ്കകൾ കാരണം ഇസ്രായേലും ചില അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാവുന്നതായാണ് സൂചനകൾ. ഈ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പേരുകൾ നെതന്യാഹു വെളിപ്പെടുത്തിയില്ലെങ്കിലും ഈ പ്രധാനപ്പെട്ട ഉടമ്പടികളെക്കുറിച്ച് ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിക്കും ബാലിസ്റ്റിക് മിസൈൽ ശേഷിക്കും എതിരായ ആക്രമണങ്ങളിലൂടെ നേരിട്ടുള്ള ഭീഷണി ഒഴിവാക്കാൻ സാധിച്ചുവെന്നും നെതന്യാഹു അവകാശപ്പെടുന്നു. ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇറാന്റെ ശേഷിയെ ഇസ്രായേൽ തകർത്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ഇറാനിലെ ഭരണകൂടം വൈകാതെ തന്നെ തകരുമെന്നും നെതന്യാഹു പറയുന്നുണ്ട്. മേഖലയിലെ മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹിസ്ബുള്ള ഇനി ഇസ്രായേലിന് ഒരു ഭീഷണി അല്ലെന്ന് നെതന്യാഹു പറഞ്ഞു. മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറക്കാൻ സാധിച്ചപ്പോൾ സ്വാഭാവികമായും ഹിസ്ബുള്ളയുടെ ഭീഷണി കുറയുകയും ചെയ്തു. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയെ പോലുള്ള ഇറാൻ അനുകൂല സംഘടനകളുടെ ശക്തി കുറയ്ക്കാൻ സഹായിച്ചു എന്നും നെതന്യാഹു പറഞ്ഞു. ഏതൊക്കെ അറബ് രാജ്യങ്ങളാണ് ഈ സഖ്യത്തിൽ ഉള്ളതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ലെങ്കിലും ഇറാന്റെ ആണവ മിസൈൽ ഭീഷണികളിൽ ആശങ്കയുള്ള ചില അറബ് രാജ്യങ്ങളുമായുള്ള ഇസ്രായേലിന്റെ ബന്ധം വളരെ ആഴത്തിലുള്ളതാണെന്ന് ഈ പ്രസംഗം സൂചിപ്പിക്കുന്നു. ഞങ്ങൾ ഇറാന്റെ വ്യവസായ ശേഷിയെ തകർത്തു. ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഭരണകൂടത്തിന്റെ കഴിവിനെ ഇല്ലാതാക്കാൻ നിലവിലെ ഈ സൈനിക നീക്കങ്ങൾക്കായി എന്നും നെതന്യാഹു പറഞ്ഞു. ലെബനോൺ അതിർത്തിയിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ ഭീഷണി ഇനി ഇസ്രായേലിന് ഒരു വെല്ലുവിളി അല്ലെന്നും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ ഓരോന്നായി തങ്ങൾ തകർക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷൻ റോറിംഗ് ലയൺ ഇനിയും തുടരുമെന്നും ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും തകർക്കുന്നവരെ തങ്ങൾ പിന്മാറില്ല എന്നുമാണ് ഇസ്രായേലിന്റെ നിലപാട്. അതേസമയം അമേരിക്ക ഇപ്പോൾ ലക്ഷ്യത്തിലേക്ക് അടുത്തിരിക്കുകയാണെന്നും ഒരു സമാധാന കരാറിനായി ഇറാൻ യാചിക്കുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്കൻ സൈനിക നടപടി അവസാനിക്കുന്നതോടെ എണ്ണവില കുറയുമെന്നും ട്രംപ് പറയുന്നു. ഇറാനുമായി കരാറിലെത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇന്ന് രാത്രി ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ അവരുടെ ആക്രമണം തുടരുകയാണ്. യുദ്ധം നിർത്തിയാൽ മാത്രം സമാധാന ചർച്ച എന്നാണ് ഇറാൻ പറയുന്നത്. അതിനിടെ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാന്റെ ഒരു വീഡിയോ പുറത്തു വന്നു. അമേരിക്കൻ സൈനികരെ നേരിടാനും പരാജയപ്പെടുത്താനും സജ്ജമാണെന്ന കുറിപ്പോടെയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. അത്യാധുനിക ആയുധങ്ങളുമായി ഇറാന്റെ സ്പെഷ്യൽ ഫോഴ്സ് പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങളാണ് 59 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോയിലുള്ളത്. ഇറാനിൽ അമേരിക്ക കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇറാൻ ഈ പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്.